ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വേഗം വന്നേ, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടെ നമ്മുടെ വീടിനടുത്തായിട്ട് ഒരു ഡിമാർട്ടുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച്. ഇവിടുന്ന് ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ടൂ വീലറിലാണെങ്കിൽ 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോകുന്ന വഴിക്കുള്ള ട്രാഫിക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പോകുന്ന വഴിക്ക് ട്രാഫിക് കൂടുതലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആവും. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ കഥയൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ ഫോട്ടോഗ്രാഫർ നമ്മുടെ അപ്പൂസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം. ഇതിപ്പോൾ നാളെ നീളെ എന്നുള്ള അവസ്ഥയായി. ആക്ച്വലി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഡിമാർട്ട് പോകാൻ നോക്കുവാണ്. അപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തെ രാവിലെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേന് അങ്ങ് വെയിൽ ഉറച്ചിട്ട് ആ വെയിൽ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിരുന്ന നാളെ പോകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി ശരിയാവത്തില്ല, നാളെ എന്ന് വിചാരിച്ചാൽ ശരിയാവത്തില്ല, എന്തായാലും നടക്കട്ടെ, ഇന്ന് പോയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡി ആയിട്ട് വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അപ്പൂസിനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പാനിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൂടെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് പോകാം കേട്ടോ. എപ്പോഴും പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അതുവഴിയുള്ള വഴികളിൽ കൂടെ അല്ലേ എൻ്റെ കൂട്ടുകാർ എപ്പോഴും ഞാൻ കൂട്ടിക്കൊണ്ട് പോകാറ്. അങ്ങനെ വെറുതെ ഇതുവഴി ഇങ്ങനെ പോയപ്പം ചെറിയൊരു വ്യൂ അപ്പൂസിനോട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പൂസ് ചെറിയ വീഡിയോ ഒക്കെ എടുത്തോണ്ട് അപ്പൂസിൻ്റെ പുറയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം മണി 5:30 കഴിഞ്ഞു. ഇപ്പം 5:30 മണി കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടൊരു 6:30 ആകുമ്പോഴത്തേനും തിരിച്ചെത്താമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്ന വഴിക്ക് അവിടെ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പിടിയില്ല. എന്തായാലും പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി മാർക്കറ്റ്. ഞാൻ എപ്പോഴും വന്ന് പച്ചക്കറി മേടിക്കുന്ന ഇവിടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ റിലയൻസ് അങ്ങനെയുള്ള കടകളെല്ലാം ഒരുപാടുണ്ട്. എന്തായാലും ഇവിടെ ഒന്നും വലിയ തിരക്ക് കാണുന്നില്ല, വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്നുള്ള അവസ്ഥയെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമ്മൾ ടൂ വീലറിലാണെന്നുണ്ടെങ്കിൽ, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കും. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി മക്കളെ. ഇവിടെ ഒരു സിഗ്നലിൽ വന്ന് നിന്ന്, ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ഡിമാർട്ട്. പക്ഷേങ്കിൽ ഇത്ര വലിയൊരു ട്രാഫിക്കിൽ ഞാൻ പെട്ടിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എന്തായാലും ഡിമാർട്ടിലെത്തി. അങ്ങനെ ഞങ്ങളിവിടെ അകത്ത് കയറി. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ പയറുവർഗ്ഗങ്ങൾ ചെറുപയറേ ഉള്ളൂ എൻ്റെ അടുത്ത് തീർന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറക്കിയെടുത്ത് അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അടുത്ത ട്രാഫിക്ക്. ഇവിടെ സിഗ്നലൊന്നുമല്ല കേട്ടോ. 4 സൈഡിൽ നിന്ന് ഒരുമിച്ച് വണ്ടികൾ വന്ന് കയറിയിട്ട് ഒരു വണ്ടിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ പെട്ട് കിടക്കുവാണ്. അതെൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ ട്രാഫിക്കൊക്കെ ഞങ്ങൾ കവർ ചെയ്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞെത്തി. ഞങ്ങൾ പോകാൻ നേരത്ത് ലൈറ്റൊന്നും ഇടാതെ പോയതുകൊണ്ടേ ഫുള്ള് ഇരുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇരുട്ടുമെന്ന് വിചാരിച്ചില്ല. ഇച്ചിരി നേരത്തെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേന് 7 മണി സമയം കഴിഞ്ഞു. ഇനി അകത്ത് കഥ തുറന്ന് ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് കയറിട്ട് അത് കഴിഞ്ഞ് വെച്ച് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചെന്നുള്ള ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളിങ്ങനെ പുറത്ത് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് എന്താണെന്നുള്ളതൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കും. അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. ഡിമാർട്ടിൽ ഭയങ്കര തിരക്ക്. അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് വീഡിയോ എടുത്തില്ല, ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സാധനമേ ഉള്ളൂ. 3114 രൂപയുടെ സാധനമാണിത്. പണ്ട് 3000 രൂപയ്ക്കൊക്കെ വന്ന് നമുക്ക് എന്തോ ഒരു സാധനം കിട്ടുമായിരുന്നു. ഇപ്പം 3000 ചില രൂപയ്ക്ക് ഇത്ര സാധനം കിട്ടിയത്. കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചത് എൻ്റെ കൂട്ടുകാർ കാണും. ഞാൻ ഒരു ചൗരി മേടിച്ചു, തൈര്, ടൊമാറ്റോ സോസ്, സോപ്പ് പൊടി, ഇതൊക്കെ മാറ്റ് കഴുകാനും അങ്ങനെയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീരിൻ്റെ സോപ്പ് പൊടി മേടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാഗി, പിന്നെ ഉലുവ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കിലോ ഉലുവ മേടിച്ചു കേട്ടോ. അതെന്ന് വെച്ചാൽ ഉലുവ ഇട്ട് അപ്പോൾ ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടി. പിന്നെ എല്ലാം നമുക്ക് പിന്നെ കറിക്കും എല്ലാത്തിനും ഉലുവ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കിലോ മേടിച്ചതുകൊണ്ട് കാരണം പറഞ്ഞതാണ്. പിന്നെന്താ ഇത് വന്നിട്ട് ഇഡ്ഡലി റവ, മൈദ, സോയ. ഇപ്രാവശ്യം കുറച്ച് ചുമന്ന അരി കണ്ടപ്പോൾ അതങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് മഷ്റൂം, പനീർ, പിന്നെ പിങ്ക് സാൾട്ട്, റോക്ക് സാൾട്ട്. ഇത് ടാറ്റയുടെ ഇല്ലായിരുന്നു, അപ്പോൾ ഇത് കണ്ടു അങ്ങനെ ഇത് മേടിച്ചു. പിന്നെന്താ അപ്പോൾ ഫേസ് വാഷ്, എന്താ കംഫോർട്ട്, വാനിഷ്. ഞാൻ എല്ലാ പ്രാവശ്യവും പൗഡർ മേടിക്കുമായിരുന്നു. പക്ഷേ പൗഡറിനെ കാട്ടി കുറച്ച് ലിക്വിഡാണ് പിന്നെ വേഗം കറ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഏരിയയിലാണ് മേടിക്കുന്നത്. ഈ പ്രാവശ്യം സർഫെക്സിൽ മേടിച്ചു. ബ്രഷ്, സോപ്പ്, പിന്നെന്താ എല്ലാ ആവശ്യത്തിന് എല്ലാ സാധനവും മേടിച്ചു കേട്ടോ. സേമിയ ഒരു വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരു ഇതെല്ലാം മേടിച്ചു. പിന്നെ പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഇത് മൈദയാണ് കേട്ടോ. സോപ്പ്, ടൂത്ത് പേസ്റ്റ്. ഞാൻ ഈ ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് എത്രയോ വർഷമായിട്ട്. ഞാനിത് വിട്ട് വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല. ഡാബർ റെഡിൻ്റെ.
കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രബുകൾ, പിന്നെ റവ, ഇതെന്താ ഇത് റവ, ഇത് 2 റവയാണ് കേട്ടോ, വലിയ റവയും ചെറിയ റവയും. അയ്യോ. അത് കഴിഞ്ഞിട്ട് ജീരകം, കടുക്, പിന്നെ കായം, ഇതും ഇഡ്ഡലി റവ, ചെറുപയർ, ഇത്രയും സാധനമാണ് മേടിച്ചത്. ഇത്രയും സാധനത്തിൻ്റെ വിലയാണ് 3114 രൂപ. ഇത് കൂട്ടുകാർ കണ്ടല്ലോ, ഇത്രയും സാധനമാണ് വാങ്ങിയത്. അപ്പം വെറുതെ ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ കാണിച്ചാണ്. ഞാൻ ഈ മാസം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ മഷ്റൂമും പനീറും ഒക്കെ എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്തങ്ങ് വെക്കണം. എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ പറക്കി ഒതുക്കട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളോട് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത്. ടേക്ക് കെയർ, ബൈ, സീ യു.